वृंदावन रम्य स्थान दिव्य चिंतामणि धाम रतन मंदिर मनोहर। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ഈ ബലറാം ക്ഷേത്രത്തിന്റെ സുഭാഷിതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് നാമജപത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് നാമജപത്തിന്റെ പ്രാധാന്യം ഈ കലിയുഗത്തിൽ എന്നാണ് ഇന്ന് ക്ലാസ്സിലെടുക്കാൻ പോകുന്നത്. ബൃഹത് നാരദീയ പുരാണത്തിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തിയേവ ഗൃതരണ്യത. അപ്പൊ ഇതില് 3 പ്രാവശ്യം ഹരിനാമത്തിന്റെ ആ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാസ്തിയേവ ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നാണ് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുക? അതിനെ എംഫസൈസ് ചെയ്യുമ്പോൾ, അതിനെ സ്ട്രെസ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും ഉള്ളതുകൊണ്ടാണ് അത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് അവർ കേൾക്കില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരും അല്ലേ? വീണ്ടും പറയേണ്ടി വരും. എസ്പെഷ്യലി ഇന്നത്തെ കലികാലത്ത് ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ കാരണം വെച്ചാൽ അനുസരണ ചെയ്യണം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെല്ലാം. കാരണം ഒരുപാട് കൽമശങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നല്ല കാര്യങ്ങളും നല്ല നിർദ്ദേശങ്ങളും നമ്മൾ ഉൾക്കൊള്ളില്ല. ജന്മാന്തരമായിട്ട് നമ്മളുടെ മനസ്സിലുള്ള ആ കൽമശങ്ങൾ കാരണം നമ്മളുടെ ഇന്ദ്രിയ ഭോഗവൃത്തി അത് കൂടുതലാണ്. അതുകൊണ്ട് നല്ല ശീലങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭോഗവസ്തുക്കളുടെ പിന്നാലെയാണ് പായുന്നത്. അതുകൊണ്ട് ഇവിടെ വ്യാസദേവൻ എന്താണ് പറയുന്നത്? ഹരേർ നാമ ഇവ കേവലം അത് മാത്രമേ ഉള്ളൂ. കലിയുഗത്തിൽ അതല്ലാണ്ട് വേറെ യാതൊരു പ്രോസസ്സും ഇല്ല, ഒരു വിധിവിധാനവും ഇല്ല. മറ്റുള്ള യുഗങ്ങളിലെ മറ്റുള്ള പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു, വിധിവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കലിയുഗത്തിൽ ഇത് മാത്രമേ ഉള്ളൂ കേവലം എന്ന് പറയുന്നത്. മറ്റുള്ള യുഗങ്ങളിലെ കൃതേ ധ്യായതോം വിഷ്ണു ത്രേതായം യജതോ മകൈ ദ്വാപരേ പരിചര്യായം കലൗ തദ്ധരി കീർത്തനാഥ്. വ്യത്യസ്തമായിട്ടുള്ള യുഗങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് വേണ്ടിയിട്ട്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വ്യാസദേവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ ധ്യാനിക്കാനാണ് പറയുന്നത്. ധ്യാനം, അന്ന് ധ്യാനിക്കാനുള്ള സമയമുണ്ടായിരുന്നു നമുക്ക്. 1000 വർഷങ്ങളിൽ നമ്മൾ ജീവിച്ചിരുന്നു. 1,00,000 കൊല്ലങ്ങളാണ് നമ്മൾ സത്യയുഗത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ത്രേതായുഗത്തിൽ അത് 10,000 വർഷമായി കുറഞ്ഞു. പിന്നെ ദ്വാപരയുഗത്തിൽ 1000 വർഷമായി, കലിയുഗത്തിൽ 100 വർഷമായി. ആ 100 വർഷം നമ്മളെല്ലാവരും ജീവിച്ചിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ നമ്മളുടെ ആ ലൈഫ് സ്പാൻ വളരെ ചുരുങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് ധ്യാനം എന്നുള്ള ആ പ്രോസസ്സ് നമുക്ക് കലിയുഗത്തിൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഹൃദയ ധ്യായതോം വിഷ്ണു ത്രേതായം യജതോ മകെ. ത്രേതായുഗത്തിൽ
യജ്ഞ ഹോമാദികളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനും നമുക്ക് പറ്റില്ല. കാരണം നല്ല ബ്രാഹ്മണന്മാരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രാഹ്മണന്മാർ, അതേപോലെ സാമഗ്രികൾ, ഇതൊന്നും നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. ത്രേതായുഗത്തിലെ ആ പ്രോസസ്സും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഹോമയജ്ഞാദികളും ചെയ്യാൻ പറ്റില്ല ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ദ്വാപരയുഗത്തില് എലോബറേറ്റ് ടെമ്പിൾ വേർഷിപ്പ്, അർച്ചവിഗ്രഹ ഉപാസന, അതും നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം റിച്വൽസ് എല്ലാം ചെയ്തിട്ട് നമുക്ക് അത് ഉപാസിക്കാനുള്ള സമയം, അതിൽ ക്ഷമയും ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ല. അപ്പൊ അതും റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ് ബാക്കി? കലൗ തത് ഹരികീർത്തനാഥ്, കലിയുഗത്തിലെ ഹരികീർത്തനം മാത്രം. അത് ആർക്കും ഏത് സമയത്തും എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് യാതൊരു നിബന്ധനകളും ഇല്ല. ഹരികീർത്തനം, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ യാതൊരു നിബന്ധനകളും പറഞ്ഞിട്ടില്ല. ചൈതന്യ മഹാപ്രഭു അതാണ് പറയുന്നത്. ദേശകാല പാത്രമൊന്നും നോക്കണ്ട, ആർക്കും വേണമെങ്കിലും ഏത് സമയത്തും എപ്പോഴും ജപിക്കാൻ പറ്റുന്ന ഒരു മഹാമന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ മന്ത്രം ജപിച്ചാൽ നമ്മളുടെ എല്ലാ കൽമശങ്ങളും നശിക്കപ്പെടും എന്നാണ് കലിസന്ധരണ ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം നമ്മൾക്ക് ഇത് നമ്മുടെ അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങണം. ഇത് തന്നെ, ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ച് പറയുന്നത്. പ്രഭുപാദ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഭുപാദയുടെ പർപ്പോട്ടിൽ ഒരുപാട് തവണ പ്രഭുപാദ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് വി ആർ നോട്ട് ദ ബോഡി, വി ആർ ദ സോൾ. അപ്പോൾ ഭക്തന്മാർ ചോദിക്കും, എന്തിനാണ് പ്രഭുപാദ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്? ഓക്കെ, മിക്ക പർപ്പോട്ടിലും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, മിക്ക ക്ലാസ്സിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തിനാണ്? അപ്പോൾ പ്രഭുപാദ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് മനസ്സിലായി? ചോദിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ആ മനസ്സിലായി തിയറട്ടിക്കല്, പക്ഷെ ആ തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതായത് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാസു. സർവധർമാൻ പരിത്യജ, ഭഗവാനെ മാത്രം നമ്മൾ ധ്യാനിക്കുക, എല്ലാം വിട്ടിട്ട്. ആ ഒരു തലത്തിലേക്ക് നമുക്ക് ജീവിക്കാൻ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹാമർ ചെയ്യാണ്, വീണ്ടും വീണ്ടും മേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് നമ്മളുടെ ആ തലയുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ തലത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരണം. നമ്മൾ ഇത് ശരീരമല്ല, ഈ ശരീരം പെരിഷബിൾ ആണ്, താൽക്കാലികമാണ്. ആത്മാവാണ് ശരിക്കുള്ള സെൽഫ്. ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രഭുപാദ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. മനസ്സ് മുഴുവൻ കൽമശം നിറഞ്ഞതാണ് അല്ലെ. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും പറയുന്നുണ്ട്. എന്താണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത്? അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനസ്സിനെ 100 തവണ ചൂലുകൊണ്ട് അടിക്കണം എന്ന് പറഞ്ഞു. അത്രയും ദുഷ്ട മനസ്സാണ് നമ്മളെല്ലാം. കലികാലത്തിലെ എല്ലാവരുടെയും മനസ്സ് ദുഷ്ട മനസ്സാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 100 തവണ ചൂലുകൊണ്ട് അടിക്കുക. വൈകുന്നേരം രാത്രി കടക്കുന്നതിന് മുമ്പേ ചെരുപ്പെടുത്ത് അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ദുഷ്ട മനസ്സാണ് നമ്മളുടെ എല്ലാം. അപ്പൊ അതിനെ ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്രം ചെല്ലണം. അപ്പോൾ മന ഇതി ത്രായതേ മന്ത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ കലികാലത്തിൽ, മന്ത്രം. അതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ അതുകൊണ്ടാണ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത്, നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മള് മന്ത്രം ചൊല്ലണം. ആ മന്ത്രമാണ് വളരെ സരളമായിട്ടുള്ള ഒരു മന്ത്രം നമുക്ക് തന്നുള്ളൂ. നമുക്ക് ധ്യാനമോ അല്ലെങ്കിൽ ഹോമയജ്ഞാദികളോ എലാബറേറ്റ് ടെമ്പിൾ വർഷിപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല ഈ കാലത്ത്. ഇത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നാമജപം, പിന്നെ 4 നിയമങ്ങൾ പാലിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് കരകയറാൻ പറ്റും. ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റും, വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റും, ഗോലോകത്തിലേക്ക് പോകാൻ പറ്റും. അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അർജുനൻ പറയുന്നത് മനസ്സ് വളരെ വളരെ ചഞ്ചലമാണ്. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായുർ ഇവസു ദുഷ്കരം. എനിക്ക് കാറ്റിനെ പിടിച്ചു നിർത്താനുള്ള ശക്തിയുണ്ട്, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. മനസ്സ് ചഞ്ചലമാണ്. മനസ്സ് വളരെ സ്ട്രോങ് ആണ്. അത് ഭയങ്കര സ്റ്റബേൺ ആണ്, വാശിയാണ്. കുട്ടികൾക്ക് വാശി പിടിക്കുമ്പോൾ കണ്ടില്ലേ, ഒരു വിധത്തിലും അവരെ
പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് നടക്കണം എന്നുള്ള ഒരു വാശി എല്ലാവരും ഉണ്ട്, കുട്ടികളിലെല്ലാം മുതിർന്നവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സിനെ, ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരേ ഒരു വഴിയുള്ളൂ, മന്ത്രം കൊണ്ട്. മന്ത്രം കൊണ്ട് നമുക്ക് മനസ്സിനെ ത്രായണം ചെയ്യണം. ഈ 3 ഗുണങ്ങളിൽ നിന്നും ത്രായണം ചെയ്യണം, കൽമശങ്ങളിൽ നിന്ന് ത്രായണം ചെയ്യണം. അതായത് കാമക്രോധ ലോഭ മോഹ മതമാശ്ചര്യ, ഈ അനർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ത്രായണം ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിലേക്ക് വന്ന് ലിബറേറ്റഡ് സ്റ്റേജിൽ വന്ന് നമുക്ക് പരംധാമിലേക്ക് പോകാനുള്ള അവസരം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മന്ത്രമാണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാവർക്കും ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ജന്മത്തിൽ തന്നെ കരകയറാൻ പറ്റുള്ളൂ. ഉപനിഷത്തിലെ ഒരു ശ്ലോകങ്ങളുണ്ട്, അതായത് സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുചിത് സർവേ വിധി നിഷേധാസ്യോർ ഏതയോർ ഏവ കിങ്കര എന്നാണ്. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, സ്മർത്തവ്യം, ഓൾവേസ് റിമെമ്പർ കൃഷ്ണ ആൻഡ് നെവർ ഫോർഗെറ്റ് കൃഷ്ണ. അതാണ് പറയുന്നത്. സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുചിത് സർവേ വിധി നിഷേധാസ്യോർ ഏതയോർ ഏവ കിങ്കര. എല്ലാ വിധി നിഷേധങ്ങളും ഈ 2 അടിസ്ഥാന തത്വത്തിന്റെ കിങ്കരന്മാരാണ്, സേവകന്മാരാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യാനും, ഏത് വിധിവിധാനങ്ങളും അല്ലെങ്കിൽ വിധി നിഷേധങ്ങളും നമ്മൾ ഇതിന്റെ ഈ 2 പ്രിൻസിപ്പിളിന്റെ ആ ഒരു അധീനത്തിലായിരിക്കണം. ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ, ഇതായിരിക്കണം നമ്മുടെ മനസ്സിലെപ്പോഴും. അതുകൊണ്ട് സതതം കീർത്തയന്തോ മാം, എപ്പോഴും നമ്മൾ കീർത്തനം ചെയ്തിരിക്കണം, എപ്പോഴും നമ്മൾ ജപിച്ചിരിക്കണം. എന്നാൽ ചോദിക്കും, എങ്ങനെയാണ് നമ്മൾക്ക് ജോലിക്ക് പോകേണ്ടത്, വീട്ടിൽ ഒരുപാട് കാര്യങ്ങളില്ലേ, എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റുക? ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൾട്ടി ടാസ്കിങ് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ആ സമയത്ത് മനസ്സിന്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് വി ക്യാൻ സ്റ്റിൽ റിമെമ്പർ കൃഷ്ണ. ഓക്കെ, അസംശയം മഹാബാഹോ ഭഗവാൻ പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഇതിന് പ്രാക്ടീസ് ചെയ്യാൻ, ധ്യാനയോഗത്തിന്റെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ എന്താണ്? വൈരാഗ്യേന ചക്രിയത, അതായത് വൈരാഗ്യം കൊണ്ടും അതേപോലെ പ്രാക്ടീസ് കൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ നമ്മൾ 24 മണിക്കൂറും മറ്റുള്ള കാര്യങ്ങളെ ഇടപെട്ട് ജീവിക്കുമ്പോഴും നമുക്ക് മനസ്സിൽ ഭഗവാനെ സ്മരിക്കാൻ പറ്റും. ഒരു ഭക്തനുണ്ടായിരുന്നു, ശിവഭക്തൻ. ആ ശിവഭക്തൻ ധനത്തിന് വേണ്ടിയിട്ട് ശിവഭഗവാനെ ഉപാസിച്ചു. ശിവഭഗവാനെ ഉപാസിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായി. ശിവഭഗവാൻ ചോദിച്ചു, എന്താണ് വേണ്ടത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ധനം വേണം, ഒരുപാട് ധനം വേണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൃന്ദാവനത്തില് സനാതന ഗോസ്വാമി പറഞ്ഞിട്ടുള്ള ഒരു ആചാര്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ധനമുണ്ട്, അവിടെ പോകാൻ വേണ്ടി പറഞ്ഞു. അത് പ്രകാരം അദ്ദേഹം വൃന്ദാവനത്തിൽ പോയി. സനാതന ഗോസ്വാമി അവിടെ പോയപ്പോൾ അദ്ദേഹം നാമത്തിൽ മഗ്നനായിട്ടിരിക്കുകയാണ്, നാമം ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമെല്ലാം ജപിച്ച് എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്സിൽ വന്നപ്പോൾ അത് ചോദിച്ചു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ശിവഭഗവാനാണ്, അങ്ങയുടെ അടുത്ത് ഒരുപാട് ധനമുണ്ട്, അത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ദൂരെ ഒരു ഗാർബേജ് ബാഗ് ഉണ്ട്, അതിലേക്ക് കാണിച്ചു കൊടുത്തു. അതിലൊരു ഫാറസ് മണി, ഓക്കെ, അതായത് ഒരു ചിന്താമണി ഉണ്ട്, അതെടുത്തോളൂ. നമുക്കറിയാം ഫാറസ് മണി, അതുപോലെ ടച്ച് സ്റ്റോൺ എന്ന് പറയും അല്ലേ, സിമന്തകമണി ഒക്കെ കേട്ടിട്ടുണ്ട്, ഛത്രജിത്തിന്റെ. അപ്പൊ അതെന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അതിൽ നിന്ന് ഒരുപാട് ഗോൾഡ് കിട്ടും, അത് തുടർന്നെല്ലാം സ്വർണമായി തീരും. അപ്പൊ അത്രയും നമുക്ക് ധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മണിയാണ് ഈ ഫാറസ് മണി. അപ്പൊ അതെടുത്തോളം വന്നു. അപ്പോൾ വളരെ സന്തോഷമായി, എത്ര വേണമെങ്കിൽ എനിക്ക് ധനം കിട്ടും, ഗോൾഡാണ് അല്ലേ, ഗോൾഡ് പറഞ്ഞാൽ മണി. അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി പോയി, അതെടുത്ത് പോവാണ് അവിടുന്ന്, പെട്ടെന്ന് സ്ഥലം വിടാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, ഇത്രയും വില പിടിച്ചിട്ടുള്ള ഈ മണി ഒരു ഗാർബേജ് ബാഗിൽ ഇട്ടാൽ അപ്പൊ തീർച്ചയായിട്ടും അതിന് അദ്ദേഹം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല, ഇതിലും വളരെ മൂല്യമായിട്ടുള്ള ധനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിന് ചോദിക്കട്ടെ, ഇതിലും കൂടുതലുള്ള ആ ഒരു ധനം എനിക്ക് വേണം. കാരണം വെച്ചാൽ ഇത് ഇത്രയും മൂല്യമുള്ള സാധനം ഇത് ഗാർബേജ് ബാഗിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത് തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും അതിനും കൂടുതൽ മൂല്യമുള്ള ധനം.
എനിക്കത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ മണിയെ അവിടെ യമുനയിൽ പോയിട്ട് വലിച്ചെറിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ വളരെ മൂല്യമായിട്ടുള്ള ഈ ധനം കൊടുത്തു. എന്നാണതറിയോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ ധനമാണ് അദ്ദേഹം കൊടുത്തത്. അപ്പൊ അതായത് ചുരുക്കത്തില് നമ്മൾ ഭൗതിക തലത്തിലുള്ള ഈ എല്ലാ ധനവും, ഓക്കെ, ഒരുപാട് ധനമുണ്ടാവും. ഓക്കെ, അതായത് എന്താണ് നമ്മളുടെ ധനം? ശരിക്കുള്ള ധനം. പിന്നെ നമ്മളുടെ മറ്റുള്ള ഐശ്വര്യങ്ങൾ, നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല അറിവുണ്ടായിരിക്കും, നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, സൗന്ദര്യം ഉണ്ടായിരിക്കും. ഇതൊന്നുമല്ല ധനം. നമ്മുടെ ധനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ പ്രേമം. ആ ഭഗവാന്റെ പ്രേമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യണം, സ്തുതിക്കണം. അതിന് ഏറ്റവും ഉതകുന്ന ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരി ഓം സത് സത്.